അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കോട്ടയത്ത് നിന്നും തെന്മല വരെയാണ്. തെന്മല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സോ ഇത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് മധുരൈ വരെ പോകുന്ന 163/28 എക്സ്പ്രസ് ട്രെയിനാണ്. സോ അത് ഗുരുവായൂരിൽ നിന്ന് 5:50 രാവിലെ പുറപ്പെട്ട് സെയിം ഡേ രാത്രി 7:15 അറൗണ്ട് മധുര എത്തിച്ചേരുന്ന ഒരു വണ്ടിയാണ്. അനൗൺസ്മെന്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടയം എറണാകുളം പാസഞ്ചറാണ്. അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം സ്റ്റേഷനാണ്. സോ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. गुरुवायूर मदुरई एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है. Your attention please. Train number 16328 ഗുരുവായൂർ. അപ്പോൾ നമ്മുടെ വണ്ടി ദേ ഇവിടെ അടുത്തെത്തി. സോ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിന് ടോട്ടൽ 14 കോച്ചസ് മാത്രമാണ് ഉള്ളത്. അതിനകത്ത് ഒരു തേർഡ് എ സിയും 2 സ്ലീപ്പറും ബാക്കിയെല്ലാം അൺറിസർവ്ഡുമായിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ആക്ച്വലി ഈ വണ്ടിക്ക് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഫ്രം ഗുരുവായൂർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർ, പൂങ്കുന്നം, തൃശ്ശൂർ, അങ്ങനെ അവിടെ തൊട്ടുള്ള എല്ലാ സ്റ്റോപ്പുകളും ഇതിന് സ്റ്റോപ്പുണ്ട്. പിന്നെ കോട്ടയത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ചങ്ങനാശ്ശേരി, പിന്നെ തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, അങ്ങനെ പറഞ്ഞ് കായംകുളം, അങ്ങനെയാണത് പോകുന്നത്. പിന്നെ കൊല്ലം ചെന്ന് കഴിയുമ്പോൾ ഇതിന് ഒരു ലോക്കൽ റിവേഴ്സലുണ്ട്. അവിടെ നിന്ന് വേറെ റൂട്ടിലാണത് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആലപ്പുഴ ലൈനാണ്. അവിടെ നിന്ന് ജോയിൻ ആവുന്നത്. നമ്മളിപ്പോൾ കോട്ടയം ലൈൻ വഴിയാണ് വന്നത്. എറണാകുളം, കോട്ടയം, കായംകുളം. സോ അപ്പുറത്തുനിന്ന് വരുന്നത് എറണാകുളം, ആലപ്പുഴ, കായംകുളം ലൈനാണ്. സോ ഈ 2 ലൈനും ഇവിടെ ജോയിൻ ആവുന്നതുകൊണ്ടാണ് ഇതിന് കായംകുളം ജംഗ്ഷൻ എന്ന് പേര് വന്നത്. അങ്ങനെ അറൗണ്ട് നമ്മൾ 10:40 ആയപ്പോൾ കായംകുളം ജംഗ്ഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പ്.
നമ്മൾ അറൗണ്ട് 11:45 തന്നെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്കെഡ്യൂൾ ടൈം വരുന്നത് 12:10 പിന്നെ ഇവിടെ 10 മിനിറ്റ് ഇതിന് ഹോൾട്ട് ഉണ്ട്. ബിക്കോസ് നമുക്ക് എൻജിൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻജിൻ ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുവേണ്ടി 10 മിനിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ കൃത്യം 12:20 തന്നെ നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു. ഇനി ഇവിടുന്ന് കൊല്ലം സെങ്കോട്ട ലൈനിലായിരിക്കും ഈ വണ്ടി പോകുന്നത്. സോ നമ്മുടെ കൊല്ലം സെങ്കോട്ട ലൈനിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ കിളിക്കൊല്ലൂർ. സോ ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. പുനലൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോപ്പുകളിലും ഇവിടെ 1 മിനിറ്റാണ് ഈ ലൈനിൽ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുണ്ടറ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ലൈൻ അധികം തിരക്കൊന്നും ഒട്ടും തിരക്കൊന്നുമില്ലാത്ത ലൈനാണ്, സിംഗിൾ ലൈനാണ്. അപ്പോൾ ഇതുവഴി ആകെ 3-4 ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി ട്രെയിനുണ്ട്, പാലരുവി എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഉണ്ട്, പിന്നെ കുറച്ച് മെമു ഉണ്ട്. ഇത്രയും ആണ് ഇതുവഴി പോകുന്ന സർവീസസ് എന്ന് പറയുന്നത്.
അങ്ങനെ ഏകദേശം 1 മണി ആയപ്പോഴേക്കും നമ്മുടെ കൊട്ടാരക്കര സ്റ്റേഷൻ എത്തി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇവിടം വിട്ട് കഴിഞ്ഞാൽ 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ള പുനലൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. बिरयानी वेज बिरयानी 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 वेज बिरयानी बिरयानी वेज बिरयानी 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 അങ്ങനെ 1:24 ആയപ്പോഴേക്കും നമ്മൾ പുനലൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഇവിടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഈ ലൈനിൽ. പിന്നെ ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈവൻ കോട്ടയം സ്റ്റേഷനിൽ പോലും ഇങ്ങനത്തെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇല്ല. സോ ഈ പുനലൂർ തൊട്ട് ബാക്കിയുള്ള സെക്ഷൻ ഫുള്ള് നമ്മുടെ ഗാർഡ് സെക്ഷനാണ്. സോ ഇവിടെ നിന്ന് നമ്മുടെ ബാങ്കർ അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എക്സ്ട്രാ പുള്ള് കിട്ടാൻ വേണ്ടി. സോ അത് അറ്റാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു പുനലൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകുന്നത്. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഗാർഡ് സെക്ഷനാണ്. സോ അറൗണ്ട് 60 kmph മാത്രമേ ഈ വണ്ടി ഇവിടെ നിന്ന് പോവുകയുള്ളൂ. സോ നമ്മളൊരു 1:45 കഴിഞ്ഞപ്പോഴേക്കും എടമൺ സ്റ്റേഷനിലേക്ക് എത്തി. സോ ആക്ച്വലി ഇനി 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ തെന്മല വരെ.
അപ്പോൾ ഇത് തെന്മലയ്ക്ക് മുമ്പുള്ള ഒരു സ്റ്റോപ്പാണ് ഒറ്റക്കൽ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല, എന്നാലും സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ തെന്മലയാണ്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഫൈനലി 4.5 മണിക്കൂർ നീണ്ട ജേണി ഇവിടെ അവസാനിക്കുകയാണ്. സോ കോട്ടയത്ത് നമ്മൾ രാവിലെ 9:30 കയറിയതാണ്. ഇവിടെ അറൗണ്ട് 2:15 എത്തി. ഓൺ ടൈമിൽ തന്നെയാണ് എത്തിയത്. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് അടുത്തുള്ളത് നമ്മുടെ തെന്മല ഡാം, പിന്നെ അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ അടുത്ത ന്യൂ ജനശതാബ്ദി LHPയുടെ വീഡിയോ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ. താങ്ക് യു.